രാഗിൻ നമുക്ക് കാണാം, രാഗിൻ നിൽക്കുന്ന ആ ദേശത്തിന്റെ മെയ്യെഴുത്തൊക്കെ തുടങ്ങി പകുതിയായി കഴിഞ്ഞെന്ന് തോന്നുന്നു. ആളുകൾ ഇപ്പം ആ പെയിന്റ് ഒക്കെ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. ആര്യ, തീർച്ചയായും വലിയ ഉഷാറിലാണ് കാര്യങ്ങൾ. കാനാട്ടുകര ദേശത്തിനൊപ്പമാണ് നമ്മളുള്ളത്. ഇവിടെ കേരളവർമ്മ കോളേജാണ്, വളരെ പേരുകെട്ടൊരു കോളേജാണ്. കേരളവർമ്മ കോളേജിലെ പുലികളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ തന്നെ ഈ മെയ്യെഴുത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പുലിവരകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ ഉദ്വേഗഭരിതമായി ഉഷാറായി തന്നെ കാര്യങ്ങൾ നടക്കുന്നു. എവിടെ വരെയായി? വരച്ചോണ്ടിരിക്കണു, ഏതാണ്ട് അവസാനിക്കാറായി, തീരാറായി. പ്രാവശ്യം തകർക്കും? പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുള്ളൂ. ചുവടുകൾ വെച്ച് തകർക്കാൻ തീരുമാനിച്ചു. ഇത് വെറൈറ്റി കളറാണല്ലോ, നേരത്തെ ഇത്തിരി കടും കളറാണ് കണ്ടിരുന്നത്. ഇത് വൈറ്റ് സീബ്ര പുലിയാണ്. ഏതായാലും ഇത്തരത്തിൽ വ്യത്യസ്ത ഇനം ഒരുപാട് പുലികളെ നമ്മൾ കാണുന്നു. ഈ പുലികളോടൊപ്പം തന്നെ ഇത് കാണാൻ വന്ന ഒരുപാട് പേരുണ്ട്. നമ്മളിവിടെ വലിയ തിരക്കാണ്, കണ്ടില്ലേ? ഇത്തരത്തിൽ ഈ പുലി വേഷം കെട്ടുന്നവരെ കാണാനും അതൊക്കെ കാണാനൊക്കെ തന്നെ. എവിടെ നിന്നാ വന്നേ? തൊട്ടടുത്ത് തന്നെയാ. ഞങ്ങള് കാനാട്ടുകര ദേശത്തിന്റെ ആൾക്കാരാണ്. ഈ കാഴ്ച കാണാനൊക്കെ വന്നാണ്. അതെ, ഇത് നമ്മുടെ ദേശത്തിന്റെ ഒരു ആവേശമാണല്ലോ, അതിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഹാരം. ഇവർക്കൊരു ഊർജ്ജം പകർന്നല്ലേ? ആ ഊർജ്ജം എന്നും പുലിക്കളി തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ അടുത്തൊരു മഹോത്സവം തന്നെയാണ്. അതിന് എത്ര തിരക്കായാലും അത് സമയം മാറ്റിവെക്കുക, നാട്ടുകാരോടൊപ്പം അതിനുവേണ്ടി ചേരുക എന്നുള്ളതൊരു ഹരം തന്നെയാണ്. ഇപ്രാവശ്യം ഒരുപാട് കുട്ടിപ്പുലികളൊക്കെ ഉണ്ട്. നിങ്ങളായില്ലേ? പുലിയായില്ലേ? അടുത്ത വർഷം ആവാൻ നിൽക്കാണ്. നിങ്ങളൊക്കെയോ? എല്ലാവരും അടുത്ത വർഷത്തേക്ക് തയ്യാറായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്രാവശ്യം എന്താ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും ആവും. അപ്പൊ പഠിച്ചു തുടങ്ങിയോ? കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയോ? പഠിക്കണം. ഇതൊക്കെ പുലിക്കളി വീട്ടിൽ കൊട്ടി പാടുന്ന ആൾക്കാരാണ്. നാട്ടില് മേളം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആട്ടം തുടങ്ങുകയായി നാടിൻ്റെ ഒപ്പം. അങ്ങനെയുള്ള ആളുകൾ അതൊക്കെ ആചാരത്തിന്റെ ഭാഗമായി, അങ്ങനെ ആചാരത്തിന്റെ ഒരു ഒത്തൊരുമയുടെ ഒരു ഭാഗമാണ്. ഇപ്രാവശ്യം ആഘോഷങ്ങൾ വയനാടിന്റെ പേരിൽ ഒഴിവാക്കിയെങ്കിലും ആ നാടിൻ്റെതായിട്ടുള്ള പെരുമ കാണിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഒത്തുകൂടുകയാണ്. നമുക്ക് പുലിമടയിലേക്കൊന്ന് കയറി നോക്കാം അല്ലേ? എന്താണ് അവിടുത്തെ അവസ്ഥ, എവിടെ വരെയായി കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം. എന്താ കണ്ടോ, ഇവരെല്ലാവരും തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പേർ ഇത്തരത്തിൽ ഉണ്ട്. അവരൊക്കെ തന്നെ പുലിവേഷം കെട്ടാൻ തയ്യാറായി, പുലിവേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാലിലുമൊക്കെ വരച്ച്. ചേട്ടാ, എവിടെ വരെയായി കാര്യങ്ങൾ? എവിടെ വരെയായി? വരാൻ നടന്നുകൊണ്ടിരിക്കണം. പുലികൾ പൂർണ്ണമായിട്ടില്ല, വരച്ചോണ്ടിരിക്കണം. ഫോട്ടോടിക്കാനുള്ള പുലികളുണ്ട്, വര പകുതിയായവരുണ്ട്. പൂർണ്ണമായിട്ട് വരക ഇതാവണമെങ്കിൽ ഒരു 2:30 കൂടി എല്ലാ പുലികളും വെളുപ്പിന് തുടങ്ങിയതാണ്. തുടങ്ങിയിട്ടുണ്ട്. 4 മണിക്ക് വര തുടങ്ങിയിട്ടുണ്ട്. മത്സരം തുടങ്ങാകുമ്പോഴത്തേക്കും ക്ഷീണിക്കോ? 3 മണിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. ഇന്നത്തെ ഒരു ക്ഷീണമൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു. ഞങ്ങൾ തകർക്കും. എല്ലാവരും പറയുന്നത് തകർക്കും. ഇപ്രാവശ്യം 2 കൊല്ലം മുന്നേ 1ാം സമ്മാനം, കഴിഞ്ഞ കൊല്ലം 2ാം സമ്മാനം, ഇക്കൊല്ലം 1ാം സമ്മാനത്തിന് വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. പലരും പറയുന്നത്, നേരത്തെയൊക്കെ നമ്മൾ കണ്ടവരൊക്കെ പറഞ്ഞത് ഒന്ന് വയറുള്ള പുലികൾക്കാണ് ഡിമാൻഡ് എന്ന്. പക്ഷെ കാനാട്ടുകര ദേശം കളിക്കാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഗുണ്ടൻ പുലികളുണ്ട്, ഇത്തിരി ശരീരം കുറവുള്ള പുലികളുണ്ട്. അവര് തിമർത്ത് കളിക്കുന്നവരാണ്. ഗുണ്ടൻ പുലികൾക്ക് കളിക്കാം, ഒരു പരിധിയുണ്ട്. തിമർത്ത് കളിക്കോ? തകർക്കും. ഇതന്നെ അങ്ങനെ അങ്ങോട്ട് വരും. അരമണിയൊക്കെ ഉണ്ട്. അരമണിയൊക്കെ കുലുക്കി താളം വരുമ്പോഴാണ് ചുവടുവെപ്പ് അടിപൊളിയാവുക. ആ താളത്തിനാണ് ഇതിനകത്തൊരു നമ്മൾ സ്റ്റെപ്പ് ഇട്ട് കളിക്കണം. വലത്തെ കൈ ഇടത്തെ കൈ മുന്നിലേക്ക് വരുമ്പോൾ വലത്തെ കാല് മുന്നിലേക്ക് വരും. വലത്തെ കൈ മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തെ കാല് കയറ്റി വയ്ക്കും. ഇങ്ങനെ കളിച്ച് മുന്നോട്ട് കയറണം. തന്നെ കളിക്കുക. ചിലർ മറ്റേ ഇത് മാത്രമായിട്ട് കാര്യമില്ല. ഇല്ല, കളിക്കും പ്രാധാന്യമുണ്ട്. പുലിക്കളി എന്ന് പറഞ്ഞാൽ കളിക്കല്ല. ശരീരം പുലികളുണ്ട്, അവർക്കൊരു പരിധിയുണ്ട് കളിക്കണേന്. കളിക്കായികയൊന്നുമില്ല, അവരും കളിക്കും. അങ്ങനെ ക്രമീകരിച്ചാണ് ഒരു ശരീരമുള്ള പുലികൾ. അതോടൊപ്പം തന്നെ മുന്നിൽ കരിമ്പുലി ഉണ്ടാവും, വലിയ പുലി. അതിന്റെ പിന്നിൽ ഞങ്ങൾ ഓർഡറായിട്ട് വരും. ലീഡർ പുലി ഉണ്ട്. ഒരുപാട് കുട്ടികളൊക്കെ നിങ്ങളെ കാണാനൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. ഒരു പേര് എല്ലാ കൊല്ലം വരാറുണ്ട്. ഞാൻ 9ാമത്തെ വർഷമാണ് ഈ കൊല്ലം. 9ാമത്തെ വർഷമോ? അത് ഞാൻ മറ്റേ ഇവിടെ ശങ്കരംകുളങ്ങര മുന്നിറക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. കുട്ടംകുളങ്ങരയിൽ വേഷിട്ടുണ്ട്. ഇപ്പോൾ കാനാട്ടുകരയിൽ തന്നെ അനവധി തവണ മുന്നേ വേഷിട്ടുണ്ട്. ഇനി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ നമ്മുടെ ചേട്ടന്മാരാണ് ഇതിൻ്റെ നടത്തിപ്പ്. സുനി സുരേഷ് എന്ന് പറയും. അവർ വിളിക്കുമ്പോൾ വേറെ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി വേഷം ഇടാറുണ്ട്. 2 ദിവസം മുന്നേ ഇരിഞ്ഞാലക്കുട ഉണ്ടായിരുന്നു. 40 പുലികളായിട്ട് പോയിട്ടുണ്ടായിരുന്നു.
ഇവിടെ 51 പുലിയുണ്ട് ഈ കൊല്ലം. ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും ഈ വേഷങ്ങളൊക്കെ ഇട്ട്? ഇപ്പോൾ വേഷത്തിനേറ്റ് മുന്നേ ഇഡ്ഡലി കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാവും. പിന്നെ കഴിയുമ്പോൾ വേഷം ഇളക്കിയതിന് ശേഷം വൈകുന്നേരം ഒരു അല്ല അത് അതിന് മുന്നെയാണ് കഴിക്കുക. അപ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൈയിൻ്റെ ഉള്ളിലൊന്നും വേഷം ഇട്ടില്ലല്ലോ, അവര് കഴിക്കന്നെ ഇതിനെപ്പോഴേക്കും ഉണങ്ങും. ശരി, എന്തായാലും അത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ ഉഷാറായി നടക്കുകയാണ്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒരു പുലി. എന്താ ചേട്ടാ കാര്യങ്ങളൊക്കെ ക്ഷീണിച്ചു പോയി? വെള്ളം കുടിക്കും. കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. കാലത്ത് തുടങ്ങിയതല്ലേ, അതിൻ്റെ നിൽക്കണം, കുഴപ്പമൊന്നുമില്ല. ഉടനെ തീരും അല്ലേ? കുറച്ച് സമയം എടുക്കും. വിവിധ നിറത്തിലുള്ള പുലികളൊക്കെ തന്നെ തയ്യാറാണ്. ഫ്ലൂറസെന്റ് പുലിയുണ്ട്, മഞ്ഞപ്പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, അതോടൊപ്പം തന്നെ പച്ചപ്പുലി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള പുലികളുണ്ട്. ഇതാ ഒരു പച്ചപ്പുലിയെ നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ, ചോദിക്കാം. എന്തുണ്ട്? ആയിട്ടില്ലേ? വെയിറ്റ് ചെയ്യണം. വെയിറ്റിംഗിലാ. ലേറ്റ് ആവും, എന്തായാലും ലേറ്റസ്റ്റ് ആവുക. അതേപോലെ തന്നെ വെയിറ്റിംഗിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പച്ചപ്പുലിയെ ഞാൻ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. പച്ചപുലി വരണല്ലോ. അപ്പൊ അടിപൊളി വെറൈറ്റി നിറമാണല്ലോ. കളിയല്ല, കളി കാണിച്ചുതരാം. ഇപ്പോഴല്ല, ഇല്ല അങ്ങോട്ട് കയറുമ്പോ ഞാൻ കളിക്കല്ലോ. അവിടെ തട്ടേ കയറുമ്പോഴേ സംഭവം ഉണ്ടാവുള്ളൂ അല്ലേ? രാഗിന്റെ ഷർട്ടിൽ കുറച്ച് പച്ച കളർ കൂടുതലാണെന്ന്. അപ്പൊ രാഗിന് എന്തായാലും ഒരു പേരിനെ അവിടെ കിട്ടിയിട്ടുണ്ട്.